കല്യാണം പ്രജേട്ടൻ്റെ കസിൻ്റെ. ഞാൻ ദേ ഫുള്ള് റെഡിയായി നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. ദേ ആ കാണുന്നതാണ് ചെക്കനും പെണ്ണും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചെക്കൻ അരിയിടുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കല്യാണ വീട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ നോക്കുവാണ്. ബ്രൈഡിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, അധിക ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും ഏട്ടനും ഹരിതയും മാമിയും ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പിന്നെ ബസ്സിലും കാറിലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ദേ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു 11 months മുന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു 3-4 വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ. പക്ഷെ അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഇനി വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കല്യാണം കാണാം. താലികെട്ടും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അടുത്തതാണ് മെയിൻ പരിപാടി, സദ്യ കഴിക്കൽ. അപ്പോൾ ഞങ്ങളിതേ പുറത്ത് സദ്യ കഴിക്കാൻ വേണ്ടി അവിടെ വന്ന് നിന്നു. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ സാരി എൻ്റെ അമ്മയുടേതായിരുന്നു. അങ്ങനെ ഞങ്ങളും സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ചോറും സാമ്പാറും അവിയലും കൂട്ടുകറിയും കേബേജ് വറവും പുളിങ്കറിയും പച്ചടിയും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. പിന്നെ പായസം കൂടെ ഉണ്ടായിരുന്നു, പ്രഥമൻ. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൂട്ടിക്കുഴച്ചൊരു പിടി പിടിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ പുറമേയുള്ള ചൂട് കാരണം എനിക്ക് അങ്ങനെ അങ്ങ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെന്തുരുകിയ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. ഈ യെല്ലോ സാരി പ്രജയുടെ കസിനാണ്, മറ്റേത് കസിൻ ബ്രദറിൻ്റെ വൈഫുമായിരുന്നു. അങ്ങനെ പിന്നെ സദ്യയൊക്കെ കഴിച്ചു. മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, കാണാൻ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെക്കനും പെണ്ണും വീട്ടിലേക്ക് കയറുമായി.
സാരി എൻ്റെ അമ്മയുടേതാണ്. ഞാനതിലൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പോൾ അതേ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഈ കളറും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് ഇട്ടിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ ഡ്രസ്സിങ്ങിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറും സാരിയും ഒക്കെ. മേക്കപ്പൊക്കെ മൊത്തത്തിൽ പോയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് വെച്ച് വീട്ടിലെത്തി ആകെ മൊത്തം നേരത്തെ പണിയായി, ചൂടെടുത്തിട്ട് വയ്യ. അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഞാനെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.